അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, 22-ാം തീയതി ഞായറാഴ്ച എൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന നൂറെ മജ്ലിസ് ആത്മീയ സംഗമത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. സിൽസിലത്തുൽ കാശിഫ ആത്മീയ സംഗമമാണ് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുന്ന പരിഹാരം ഉണ്ടാകുന്ന മഹത്തായ മജ്ലിസാണ് നൂറെ മജ്ലിസ് സിൽസിലത്തുൽ കാശിഫ ആത്മീയ സംഗമം. നിങ്ങളെല്ലാവരും അവരവരുടെ പ്രയാസങ്ങൾ മനസ്സിൽ കരുതുകയും, സാമ്പത്തികമായി ഉള്ളവരുണ്ട്, അതുപോലെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വീട്ടിലും കുടുംബത്തിലും നാനാവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഭാര്യയുടെ ദുശ്ശീലം, അതുപോലെ ഭർത്താവിൻ്റെ ദുസ്വഭാവം, മക്കളുടെ വഴിവിട്ട ജീവിതം, മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടിൻ്റെ പണി പൂർത്തിയാകാതെ ബുദ്ധിമുട്ടുന്നവർ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അങ്ങനെ തുടങ്ങി 100 കൂട്ടം പ്രശ്നങ്ങളുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള ആളുകളും നമുക്കിടയിലുണ്ട്. അവർക്കൊക്കെ അതിനെല്ലാം പരിഹാരം നൽകുന്ന മഹത്തായ ഒരു മജ്ലിസാണ് സിൽസിലത്തുൽ കാശിഫ നൂറെ മജ്ലിസ്. എല്ലാവരും നമ്മുടെ ആ മജ്ലിസിൽ പങ്കെടുക്കണം. നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ലൈവായി കണ്ട് ആ മജ്ലിസിൽ പങ്കെടുക്കുകയും അതിൽ ചൊല്ലുന്ന ദിക്റുകൾ നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മജ്ലിസിൽ പങ്കെടുക്കുന്ന ലൈവായും അല്ലാതെയും ഒക്കെ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്ക് വേണ്ടിയും നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ ദുആ ചെയ്യുന്നതാണ്. നമ്മുടെ മഹാന്മാരായ മശായിഖുമാരിലൂടെ കൈമാറി കിട്ടിയ മഹത്തായ ഒരു ദിക്റാണ്, ഒരു ദിക്റിൻ്റെ സമാഹാരമാണ് സിൽസിലത്തുൽ കാശിഫ. എല്ലാ ആളുകൾക്കും ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അതിനൊക്കെ പരിഹാരം ലഭിക്കുന്ന മഹത്തായ മജ്ലിസാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ആ മജ്ലിസ് പരിപാടിയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ തീർത്തു സന്തോഷവും റാഹത്തും നൽകുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്ക് വേണ്ടിയും, ലൈവായി പങ്കെടുക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് ദുആ ചെയ്യുന്നതാണ്. നിങ്ങൾ ലൈവായി പങ്കെടുക്കുകയും നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ